ഡോക്ടർ പ്രേംകുമാർ, അങ്ങനെയാണോ കാണുന്നത് ഇപ്പോഴത്തെ ആശാ പ്രവർത്തകരുടെ ഈ നിലപാട്? നമുക്ക് ഓർമ്മയുണ്ടാകുമല്ലോ, ഈ വിഷയം ദേശീയ ശ്രദ്ധയിലേക്ക് വരുന്നത് സുരേഷ് ഗോപി ഉയർത്തിയതിന്റെ ഭാഗമായി അല്ല, പകരം പാർലമെന്റിൽ ഇടതുപക്ഷ എംപിമാർ ആദ്യം ഉന്നയിക്കുന്നു. ആ ദിവസം തന്നെ ഇപ്പോൾ സഭ നടക്കുന്ന സമയത്ത് തന്നെ പാർലമെന്റിൽ ലോക്സഭയിലും രാജ്യസഭയിലും ഒരേ ദിവസം ഈ വിഷയം വരുന്നുണ്ട്, ചർച്ചകൾ വരുന്നുണ്ട്, അടിയന്തര പ്രമേയം അനുമതി നിഷേധിക്കുന്നുണ്ട്. പക്ഷെ ആ സാഹചര്യത്തിൽ കേന്ദ്രത്തിന്റെ ഭാഗത്തുനിന്ന് വന്നൊരു വാഗ്ദാനം ആശാ വർക്കർമാരുടെ ഓണറേറിയം ഇൻസെന്റീവ് വർദ്ധിപ്പിക്കാനുള്ള അത് പരിഗണനയിലുണ്ട് എന്നുള്ളതായിരുന്നു. താങ്കൾക്ക് ഓർമ്മയുണ്ടാകുമല്ലോ, ആ വാർത്ത വന്നതിന് പിന്നാലെ കേരളത്തിൽ അപ്പോഴാണ് സുരേഷ് ഗോപി ഞാൻ ഇടപെട്ടതിന് ശേഷം അനക്കം വെച്ച് തുടങ്ങി, അത് പ്രകടമായി തുടങ്ങി എന്നുള്ള പ്രതികരണങ്ങളൊക്കെ നടത്തിയത്. ഒരുപക്ഷെ ആശാ വർക്കർമാർ ഇപ്പോൾ ഈ സമരം ചെയ്യുമ്പോൾ അവിടെ സുരേഷ് ഗോപിയെ പോലൊരാൾ ആദ്യം മുതൽ പറഞ്ഞത് എന്താണ്, അവിടെ കേന്ദ്രം ചെയ്യേണ്ടത് എന്താണ്, പൊതുസമൂഹത്തെ ആവർത്തിച്ച് പറയുന്നുണ്ടായിരുന്നു. ആ ഒരു നിലയിലേക്ക് അല്പം കൂടി തെളിച്ചമുള്ള നിലപാടിലേക്ക് ആശാപ്രവർത്തകർ എത്തി എന്നുള്ളതാണോ കാണേണ്ടത്? അതായത് RSSന്റെ BJPയുടെ ഒരു MPയും സ്വതന്ത്ര ചുമതലയില്ലാത്ത സഹമന്ത്രി എന്നുള്ള നിലയ്ക്ക് സുരേഷ് ഗോപി എന്താണോ ചെയ്യേണ്ടത് അത് തന്നെയാണ് സുരേഷ് ഗോപി ഭംഗിയായിട്ട് ചെയ്യുന്നത്. സംഘപരിവാർ എന്ത് പണിയാണോ അയാളെ ഏൽപ്പിച്ചിരിക്കുന്നത് അതാണ് ഭംഗിയായിട്ട് ചെയ്യുന്നത്. അഥവാ നിയോ ഫാസിസ്റ്റ് എന്ന് പറയുന്ന അധികാര ഘടനകൾ എങ്ങനെയാണ് പ്രവർത്തിക്കുക എന്നുള്ളതിന്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് ഈ സമരവും ഈ സമരത്തിൽ എടുക്കുന്ന നിലപാടുകളും. അവർ ആശാവർക്കർമാരുടെ ശമ്പളം കൂട്ടില്ല എന്ന് പറയില്ല, അവരെന്തേ പറയുള്ളൂ, കളവേ പറയുള്ളൂ. അത് കൂട്ടേണ്ടത് കേരളമാണ്, അവരെ തൊഴിലാളികളായിട്ട് പ്രഖ്യാപിക്കേണ്ടത് ശിവൻകുട്ടി മിനിസ്റ്ററാണ് എന്നേ പറയുള്ളൂ. അവര് പന്തലിൽ വന്നിട്ട് കൊടയും ചൂടിയിട്ട് എന്താ പറയാ പൊങ്കാലിടാനുള്ള കലവും കൊണ്ടുവന്നിട്ട് ആശമാരെ കെട്ടിപ്പിടിക്കുകയാണ് ചെയ്യുക, അല്ലാതെ അവരെ എതിർക്കില്ല. പക്ഷെ അവരുടെ 2016 കൂട്ടിയ 2000 രൂപയിൽ നിന്ന് ഒരു പൈസ കൂട്ടാനുള്ള ഒരു ഇടപെടൽ നടത്തില്ല. അതുകൊണ്ട് തന്നെ സംഘപരിവാർ എന്താണോ ചെയ്യുന്നത് അത് വളരെ വൃത്തിക്കാണ് സുരേഷ് ഗോപി ചെയ്യുന്നതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അയാൾക്ക് ഒരു കുഴപ്പമൊന്നുമില്ല. പിന്നെ അവിടെ സമരം ചെയ്യുന്ന ആശാ വർക്കർമാരുടെ ആവശ്യ ന്യായമാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതായത് കേരളത്തിലെ ഒരു ആശാ വർക്ക് ചെയ്യുന്ന ജോലി അല്ലെങ്കിൽ അവരുടെ എന്താ പറയാ അവരുടെ എഫേർട്ടും അതിനനുസരിച്ചുള്ള പ്രതിഫലമല്ല, അവരുടെ പ്രതിഫലം കൂട്ടേണ്ടതാണ്. പക്ഷേ അവരെ അവിടെ സമരത്തിന് കൊണ്ടിരുത്തിയിരിക്കുന്ന RSSന്റെ കൊട്ടേഷൻ എടുത്ത സൂസി എന്ന് പറഞ്ഞ സംഘടന, അങ്ങനെ തന്നെ പറയണം, RSSന്റെ കൊട്ടേഷൻ എടുത്ത സൂസി എന്ന് പറഞ്ഞ സംഘടനയുടെ ഉദ്ദേശം ഇവരുടെ ക്ഷേമമോ ശമ്പളം കൂട്ടലോ ഒന്നുമല്ല. അതിന് സപ്പോർട്ട് ചെയ്യുന്നത് വേറെ 2 പ്രധാനപ്പെട്ട ബ്ലോക്കുകളാണ്. ഒന്ന്, കഴിഞ്ഞ 5-8 കൊല്ലമായിട്ട് കേരളത്തിന്റെ വികസന പരിപ്രേക്ഷ്യത്തിനെതിരായിട്ട് സംഘപരിവാര നേതൃത്വം കൊടുക്കുന്ന സമരങ്ങൾക്ക് B ടീമായി നിൽക്കുന്ന UDFും അതിനു വേണ്ടുന്ന സകലമാന എന്താ പറയാ പ്രൊപ്പഗാൻഡ സപ്പോർട്ടും കൊടുക്കുന്ന ഒരു വലിയ പരിധിവരെ മീഡിയയും പിന്നെ നമ്മളിങ്ങനെ വലിയ ബഹുമാനത്തോടെയൊക്കെ ഇപ്പോഴും കണ്ടുവരുന്ന സാംസ്കാരിക പ്രവർത്തകരുമാണ്. ഇവരെല്ലാം കൂടി ചെയ്യുന്ന കാര്യങ്ങളാണ് എക്സ്പോസ് ചെയ്യേണ്ടത്. അതുകൊണ്ട് തന്നെ കേരളത്തിലെ ഇടതുപക്ഷ മുന്നണി സർക്കാരിന്റെ മുന്നിലും അതിന് നേതൃത്വം കൊടുക്കുന്ന CPIഎമ്മിന്റെ മുന്നിലും 2 ജോലികളാണുള്ളത്. ഒരേ സമയം ആശാ വർക്കർമാരുടെ അവകാശങ്ങൾ സംരക്ഷിക്കാനും അവരുടെ വേതന വർധനവ് ഉറപ്പുവരുത്താനുള്ള കാര്യങ്ങൾ ചെയ്യണം. അതേസമയം ആ ന്യായമായ കാര്യം പറഞ്ഞുകൊണ്ട് വളരെ ഓപ്പോസിറ്റ് ആയ ഒരു പൊളിറ്റിക്കൽ ഐഡിയോളജിയോടെ മുന്നോട്ട് നീങ്ങുന്ന ഈ സംഘപരിവാർ സ്പോൺസർ ചെയ്യുന്ന സൂസിമാരുടെ സമരത്തെ എക്സ്പോസ് ചെയ്യാൻ വേണം. ഇത് വളരെ വളരെ ബുദ്ധിമുട്ടുള്ള വളരെ സെൻസിറ്റീവായ ഒരു കാര്യമാണ്. കാരണം കേരളം വളരെ സ്വാഭാവികമായിട്ടും ഒരു ഇടത് പൊതുബോധമുള്ള നാടാണ്. ആശാ വർക്കർമാരെ പോലുള്ള ആളുകൾക്ക് മാന്യമായ രീതിയിൽ അവരെ ബഹുമാനിക്കണമെന്നും അവർക്ക് അർഹമായ ശമ്പളം കൊടുക്കണമെന്നും വിചാരിക്കുന്ന ആളുകളാണ് നമ്മൾ. ഇന്നലെ നമ്മൾ തിരുവനന്തപുരത്തിൽ കണ്ടൊരു കാര്യമുണ്ട്. ഉച്ച മുതൽ അർദ്ധരാത്രി വരെ ഇരുന്നിട്ട് ലക്ഷക്കണക്കിന് ഇഷ്ടികകളും ആ നഗരം മുഴുവൻ മണിക്കൂറുകൾ കൊണ്ട് ശുചിയാക്കിയ തിരുവനന്തപുരം നഗരത്തിലെ കോർപ്പറേഷനിലെ ശുചീകരണ തൊഴിലാളികൾ, അവരുടെ കൂടെ അർദ്ധരാത്രി വരെ അവിടുത്തെ മേയർ നിൽക്കുന്നുണ്ടായിരുന്നു. ഇങ്ങനെ ഒരു കാഴ്ച ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു കോർപ്പറേഷൻ കാണാൻ പറ്റുമോ? ഇപ്പൊ നാളെ ഒരുപക്ഷെ കോൺഗ്രസിന്റെ ഒരു ചെറുപ്പക്കാരി മേയർ ആയാലും അങ്ങനെ തന്നെ ഉണ്ടാവുക. കേരളത്തിന്റെ ഒരു പൊതു സ്വഭാവമാണത്. അതുകൊണ്ട് തന്നെ ആശാ വർക്കർമാർ കൂലി വേണം, ശമ്പളം കൂടുതൽ വേണം എന്ന് പറഞ്ഞ സമരം ചെയ്യുമ്പോൾ അതിനോട് ചേർന്ന് നിൽക്കാനാണ് പൊതു മലയാളി ബോധം ഉണ്ടാവുക, ഇടത് ബോധം ഉണ്ടാവുക. പക്ഷെ പ്രശ്നം ഡോക്ടർ തോമസ് ഐസക് പറഞ്ഞ പോലെ അവരിയ്ക്കുന്ന സീറ്റിന്റെ ലേശം അപ്പുറം ഒരു 100 മീറ്റർ അപ്പുറത്തുള്ള AG's ഓഫീസിന് മുന്നിലാണ് അവർ സമരം ചെയ്യേണ്ടിയിരുന്നത്. കാരണം ഇവർക്ക് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം കൊടുക്കുന്നത് കേരള ഗവൺമെന്റ് ആണ്. 16-ന് ശേഷം ഒരു പൈസ പോലും വർദ്ധിപ്പിക്കാത്തത് കേന്ദ്ര ഗവൺമെന്റ് ആണ്. പിന്നെ തരാനുള്ള 600 ചില്ലാനം കോടി തരാതിരിക്കുന്നത് കേന്ദ്ര ഗവൺമെന്റ് ആണ്. പക്ഷെ ഇന്നത്തെ ഈ ഒരു കാര്യത്തിലൂടെ മനസ്സിലാവുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ കുറെ ആശാ വർക്കർമാർ 28 സംഘടനകളുടെ കോൺഫെഡറേഷൻ ഇവർക്കുമുണ്ട്. അതിൽ പെട്ട ഒരു സംഘടനയാണ് സൂസി, അവരാ സമരം ചെയ്യുന്നത്. പക്ഷെ അവർ സംഘടിപ്പിച്ചു കൊണ്ടുവന്നതിൻ്റെ അകത്ത് ആശാ വർക്കർമാരല്ലാത്തവരും സംഘപരിവാറിൽ അച്ചാരം പറ്റുന്നവരുമായിട്ടുള്ള കുറച്ച് ആളുകളുണ്ട്.
അവരൊഴികെയുള്ള സത്യസന്ധരായിട്ടുള്ള ആശാവർക്കർമാർക്ക് കാര്യം മനസ്സിലാവുന്നു. സുരേഷ് ഗോപി അവരെ പൊട്ടം കളിപ്പിക്കുകയാണ് എന്ന് മനസ്സിലാവുന്നുണ്ട്, കൃത്യമായിട്ട് മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട്. ആദ്യത്തെ ദിവസം അവർക്ക് സ്വാഭാവികമായിട്ട് തോന്നുന്നൊരു കാര്യമാണ്, അവരെ സമരപന്തലിലേക്ക് വീണ ജോർജ് വരുന്നില്ല, മറിച്ച് നേതാക്കന്മാരെ ക്യാബിനറ്റ് എന്താ പറയുക അവരുടെ ക്യാബിനിലേക്ക് വിളിച്ച് ചർച്ച ചെയ്യുന്നേ ഉള്ളൂ, നിയമസഭയിൽ കാര്യങ്ങൾ കണക്കുകൾ പറയുന്നേ ഉള്ളൂ. അവിടേക്കാണ് സുരേഷ് ഗോപി മാനത്ത് ഇറങ്ങി വന്നൊരു താരം ഇറങ്ങി വരുന്നു, കുട കൊടുക്കുന്നു, കെട്ടിപ്പിടിക്കുന്നു, വലിയ സംഭവമായിട്ട് ആ നിഷ്കളങ്കരായ സ്ത്രീകൾക്ക് തോന്നും. പക്ഷെ ഇപ്പൊ അവർക്കും മനസ്സിലായിരിക്കുന്നു ഇത് തട്ടിപ്പാണ്, ഞങ്ങളുടെ കൂടെ നിൽക്കുകയല്ല, ഞങ്ങളെ പറ്റിക്കുകയാണ് എന്നുള്ളത്. ഈ തിരിച്ചറിവിന്റെ ഘട്ടത്തിൽ ഈ സമരം ഏറ്റെടുക്കേണ്ടത്, യഥാർത്ഥത്തിലുള്ള സമരം, ആശാവർക്കർമാരുടെ സമരം, ദേശീയ തലത്തിൽ നടക്കുന്ന സമരത്തിന് നേതൃത്വപരമായ പങ്ക് വഹിക്കുന്ന CITU ആണ്, ഇടതുപക്ഷമാണ് ഈ സാധനം ഏറ്റെടുക്കേണ്ടത്. കാരണം ഈ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട ആളുകളിൽ നിന്ന് കുറെ ആളുകൾ ഇങ്ങോട്ട് വന്നിരിക്കുന്നു. BMSന്റെ യൂണിയൻ രൂപീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഞാൻ കൈരളി തന്നെ മുന്നേ നടന്നൊരു ചർച്ചയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആശാവർക്കർമാരെ പോലെ അടിസ്ഥാന ജനവിഭാഗങ്ങളിൽപ്പെട്ട ആളുകളെ SUCI പോലെ BMS പോലെയുള്ള സംഘടനകൾക്ക് സംഘടിപ്പിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് ഇടതുപക്ഷവും CITUവും CPM-ഉം സ്വയം വിമർശനപരമായിട്ട് വേണം കാണാൻ, എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു എന്നുള്ളത്. ആ ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് കൂടുതൽ ശക്തമായ രീതിയിൽ ഇന്ത്യ മൊത്തമുള്ള ആശാവർക്കർമാരുടെ കോസ് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സമരം ചെയ്യാൻ വേണ്ടിയിട്ട് നേതൃത്വം കൊടുക്കാൻ വേണ്ടിയുള്ള ഉത്തരവാദിത്തം ഇടതുപക്ഷത്തിൻ്റെതാണെന്ന് ഒന്നും കൂടി മനസ്സിലാവുകയാണ്. ഇതിനേക്കാൾ രസമുള്ളത് കോൺഗ്രസ് രീതിയിൽ കാണിക്കുന്ന തട്ടിപ്പാണ്. കഴിഞ്ഞ ദിവസം കോൺഗ്രസിന്റെ MPമാരെല്ലാവരും കൂടെ എന്താ പറയുക നിർമ്മല സീതാരാമനെ കണ്ടു, പിന്നെ കേന്ദ്ര ആരോഗ്യ വകുപ്പ് മന്ത്രിയെ കണ്ടു. അത് കഴിഞ്ഞിട്ട് ബ്രീഫ് ചെയ്യുന്നുണ്ടായിരുന്നു. നമ്മുടെ ആരാധനായ കൊടിക്കുന്നിൽ സുരേഷ് MP ആണ് സംസാരിക്കുന്നത്. അയാൾ എല്ലാ കാര്യങ്ങളും പറഞ്ഞപ്പോൾ ഒരു പത്രപ്രവർത്തകൻ ചോദിക്കണം, ആരാണെന്ന് എനിക്കറിയാം, അയാൾ ചോദിക്കണ്ടായിരുന്നു, നിങ്ങൾക്കിപ്പോ മനസ്സിലായല്ലോ കേരളത്തിലാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കൊടുക്കുന്നത്, എന്നാൽ പോലും അത് കുറവാണെന്ന് മനസ്സിലായല്ലോ. പക്ഷെ കോൺഗ്രസ് ഭരിക്കുന്ന 4 സംസ്ഥാനങ്ങളിൽ കേരളത്തിന്റെ പകുതിയോ 4/1 ആണ് കൊടുക്കുന്നത്. അപ്പൊ അവിടെയും കൂടി കൂട്ടാൻ വേണ്ടിയിട്ട് ഒരു രാഷ്ട്രീയ തീരുമാനം എടുക്കുവോ കോൺഗ്രസ് എന്ന്? അപ്പോൾ കൊടുക്കുന്നത് സുരേഷ് ഇങ്ങനെ ബബ്ബ അടിക്കുന്നത് നമ്മൾ കണ്ടു. അദ്ദേഹം പറഞ്ഞതെന്താ വെച്ചാൽ UPA ഗവൺമെന്റ് തുടർച്ച ഇല്ലാതായി പോയത് കൊണ്ടാണ് കേരളത്തിൽ ആളുകൾ സമരം ചെയ്യേണ്ടി വന്നതെന്നാണ്. അപ്പം കോൺഗ്രസ് ഇതിൻ്റെ അകത്ത് ഒരു ആത്മാർത്ഥതയും ഇല്ലാത്ത നിലപാടാണ്. ഈ സമരം പിണറായി വിജയനെതിരെ LDFനെതിരെ തിരിച്ചുവിടാൻ പറ്റുമെന്നുള്ള ഒരു ധാരണയിൽ പ്രവർത്തിച്ചതാണ്. പക്ഷേ ഇത് പണ്ടത്തെ കാലമല്ല. 2021 ശേഷം കേരളത്തിലെ ആളുകൾക്ക് ഈ കള്ളക്കളികൾ വളരെ പെട്ടെന്ന് മനസ്സിലാവുന്നുണ്ട്, വളരെ പെട്ടെന്ന്. പണ്ടൊക്കെ ഇങ്ങനത്തെയുള്ള ഉഡായിപ്പ് സമരങ്ങളൊക്കെ 5-6 മാസം, ഒരു കൊല്ലമൊക്കെ നിൽക്കുമായിരുന്നു. ഇത് വേഗം എക്സ്പോസ് ചെയ്യപ്പെടുന്നുണ്ട്. ഇപ്പോഴും എനിക്ക് പ്രതീക്ഷ നൽകുന്ന ഒരു കാര്യം, സാധാരണഗതിയിൽ ഇടതുപക്ഷത്തിനെതിരെ നടക്കുന്ന ഏത് സമരത്തെയും എൻഡോസ് ചെയ്യുന്ന പല ചാനലുകളും ഈ സമരത്തിനോട് തുടക്കത്തിൽ നിന്നെങ്കിലും വസ്തുത മനസ്സിലായപ്പോൾ അത് തുറന്നു പറയാൻ തയ്യാറായിട്ടുണ്ട്. ചാനലുകളുടെ പേര് ഞാൻ പറയുന്നില്ല, ആങ്കേഴ്സിന്റെ പേര് പറയുന്നില്ല. മീഡിയയും ഒരു പരിധിവരെ, മാതൃഭൂമിയും മനോരമയും മനസ്സോടെ സമ്മതിച്ചിട്ടുണ്ട്. ഇപ്പോഴും ലവലേശം നേരം വെളുക്കാത്തത് സുരേഷ് ഗോപി തന്നെ പറഞ്ഞതാണെന്ന് സത്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇടതുപക്ഷത്തിന് കമ്മ്യൂണിസം പോരാ എന്ന് പറയുന്ന സാംസ്കാരിക നായകന്മാരും ബുദ്ധിജീവികളുമാണ്, അവരിൽ ചിലരാണ് എന്നുള്ളത് കൂടെ നമ്മൾ ഓർത്തിരിക്കേണ്ടതാണ്. നമ്മളൊക്കെ എപ്പോഴും പറയുന്നതാണ്, സംഘപരിവാറിന്റെ കൂടാരത്തിലേക്ക് ആദ്യം ഇറങ്ങിപ്പോവുക. നിങ്ങൾ വിചാരിക്കുന്നത് പോലെ കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികളെക്കാൾ, കോൺഗ്രസിലെ നേതാക്കന്മാരെക്കാളും വേഗം പോവുക ഈ പറയുന്ന ഉഡായിപ്പ് സാംസ്കാരിക സാമൂഹിക സാഹിത്യ നായകന്മാരായിരിക്കും. അവർക്കാണ് ഇപ്പോഴും മനസ്സിലാവാത്തത് കേന്ദ്രമാണോ കേരളമാണോ. അതിഗഹനമായ പുസ്തകങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണ്. പക്ഷേ നമുക്ക് 600 ചില്ലാനം കോടി രൂപ കിട്ടാനുണ്ടെന്നുള്ള കണക്ക് മാത്രം അവർക്ക് മനസ്സിലാവില്ല. സുരേഷ് ഗോപി 95% കൊടുത്തു എന്ന് പറയുമ്പം അവർ വോയിസ് നോട്ട് ഇട്ട് പറയും മുഴുവൻ പൈസയും കൊടുത്തു കഴിഞ്ഞിരിക്കുന്നു, വ്യക്തമായിരിക്കുന്നു. അവരെ അടുത്ത കാലത്ത് നിന്ന് ബോധ്യപ്പെടുത്താൻ പറ്റില്ല. പക്ഷെ ഈ സമരത്തോടെ പച്ചക്കള്ളം പറഞ്ഞ് കേരളത്തിൽ പിടിച്ചു നിൽക്കാൻ പറ്റില്ല എന്നുള്ളത് മീഡിയയ്ക്ക് മനസ്സിലായിരിക്കുന്നു. ഇനി ഈ ബാക്കിയുള്ള ആശാ വർക്കേഴ്സിനെ കോൺഫിഡൻസിൽ എടുത്തിട്ട് ദേശീയ തലത്തിൽ അവരുടെ ക്ഷേമത്തിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ഊർജിതമാക്കുക എന്നുള്ളതാണ് വെളമരം കരീം അടക്കമുള്ള CITU അടക്കമുള്ള സംഘടനകളുടെ ഉത്തരവാദിത്വം എന്ന് ഞാൻ വിചാരിക്കുന്നു. കേരളത്തിനെ കൊണ്ട് പറ്റുന്ന, ഇതുവരെ ചെയ്തതുപോലെ തന്നെ പറ്റുന്ന രീതിയിലുള്ള സഹായങ്ങൾ അല്ലെങ്കിൽ വേതന വർധന അടക്കമുള്ള കാര്യങ്ങൾ എല്ലാ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾക്കിടയിലും നടപ്പിലാക്കാനുള്ള കാര്യങ്ങളാണ് LDF ചെയ്യേണ്ടത്. ഈ എക്സ്പോസിഷൻ, അതായത് ഇവരുടെ തട്ടിപ്പ് എക്സ്പോസ് ചെയ്യുന്നതോടൊപ്പം. ശരി, ഞാൻ മടങ്ങി വരാം.